എന്താ പരിപാടി ഇന്ന് മേക്കപ്പില്? ഇന്ന് മോളുടെ സ്കൂളില് എന്തോ പ്രോഗ്രാം അല്ലേ, അപ്പൊ അതിന് കണ്ണെഴുതി കൊടുക്കും. ഇവള് കണ്ണിട്ട് വെട്ടിക്കുന്ന അത് കാരണം ഞാൻ ഒഴിഞ്ഞതാ. ഇത്രയും ഞാനാ ചെയ്ത് വെച്ചത്. ബാക്കി ഞാൻ പറഞ്ഞു കണ്ണ് മാത്രം ഇച്ചാൻ എഴുതി കൊടുക്കാൻ. കണ്ടില്ലേ, കണ്ണിട്ടങ്ങ് വെട്ടിക്കുക. ഞാൻ എഴുതിയാൽ ഇത്ര ഇങ്ങനെ പുള്ളിക്കാരത്തി ഇരിക്കത്തില്ല. ഇച്ചാൻ എഴുതിയാൽ പിന്നെ ഇങ്ങനെ ഇരിക്കും. ഇവള് വാട്ടർ ലൈൻ എഴുതാൻ ഒട്ടും സമ്മതിക്കുന്നില്ല. പെട്ടെന്ന് കണ്ണ് നിറഞ്ഞെഴുകും. ചിലർക്ക് അങ്ങനെ അലിച്ചാ, പക്ഷെ എനിക്കൊന്നും അങ്ങനത്തെ പ്രശ്നം. നമ്മള് മേക്കപ്പ് ചെയ്യുമ്പോ എത്ര പിള്ളേരിന്ന് കരയുന്നറിയാവോ. ഞാൻ ശരിക്കും കണ്ണെരിവുണ്ട്, എരിവില്ല പക്ഷെ കണ്ണേന് വെള്ളം എടുക്കുന്നു. എനിക്കും അങ്ങനെ വലിയ പ്രശ്നം. നമ്മൾ എഴുതുന്ന കരി ബേബി ഐലൈനർ നമ്മൾ ഉപയോഗിക്കുന്നത്, ഐലൈനർ അല്ല കരി ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണെങ്കിൽ അങ്ങനെ എരിയത്തില്ല. പക്ഷെ പിള്ളേർക്കൊക്കെ നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോഴൊക്കെ കരയാറുണ്ട്. ഇവള് കറക്റ്റ്. അതുകൊണ്ട് ഇവളുടെ കണ്ണെഴുതലില്ല. നിങ്ങളുടെ വീഡിയോസ് ശ്രദ്ധിച്ചാൽ അറിയാം, കണ്ണങ്ങനെ എഴുതലേ ഇല്ല. ഇന്ന് ഞാൻ മുടിയും പുരുകമൊക്കെ ഞാൻ എഴുതി കൊടുത്തു. പുരുക ആ ഒരു സൈഡ് ഇതായിപ്പോയി, പിന്നെ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് വെച്ച്. പിന്നെ കണ്ണെഴുതാൻ ഇച്ചാനെ ഏൽപ്പിച്ചു. ഇന്ന് ഇവരെ 3ാം ക്ലാസ്സിൽ, ഇന്ന് 4ലേക്കല്ലേ, 3ാം ക്ലാസ്സിൽ വൈബ്സും ഇല്ല. അപ്പോൾ അവർ കേക്ക് കട്ട് ചെയ്യുന്നുണ്ട്. ടീച്ചർ ഇവർക്ക് കേക്കൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന് ഇന്നലെ വിളിച്ചപ്പോൾ പറഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഒരുക്കി വിട്ടേക്കാന്ന് വിചാരിച്ചു. കണ്ണ് നീ അടച്ചോ? അപ്പം അതാ ജസ്റ്റ് ആ ബ്രഷും കൊണ്ട് തന്നെ കേട്ടോ ജസ്റ്റ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മാഞ്ഞു പോകാതിരിക്കാല്ലേ ഇച്ചാ. ഇവളുടെ സ്വഭാവത്തിനല്ലേ, ഒരു വട്ടം ഞാൻ ഇതുപോലെ നല്ല രീതിയിൽ എഴുതി കൊടുത്ത് വാലൊക്കെ ഇട്ടിട്ട് എഴുതി കൊടുത്തായിരുന്നേ. തിരിച്ച് വൈകിട്ട് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് വാലെവിടെ കണ്ണെവിടെ. നമ്മളെപ്പോഴും അതെ ഇങ്ങനെ ഒരുക്കി വിടും, പക്ഷെ വരുന്നത് വേറെ ക്വാളിറ്റി. സ്ലൈഡൊക്കെ ഇപ്പൊ നല്ല പൊസിഷനിലായിരിക്കുന്നത്. എന്റെ മാലയൊക്കെ ഞാൻ ഇട്ട് കൊടുത്തു. ഇപ്പൊ കണ്ണിനകത്ത് കൊണ്ടേനെ നോക്കിയേ. കൊള്ളാം. അപ്പൊ അതാ വാട്ടർ ലൈനും കൂടെ ഒന്ന് ചെറുതായിട്ട് ഞാൻ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ എന്ത് ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, എന്താ 2 കണ്ണുകളും നിറഞ്ഞൊഴുകുന്നു. അപ്പൊ ഇതാണ് കേട്ടോ ഞങ്ങൾ റെഡിയാക്കിയിരിക്കുന്നത്. ഇന്നത്തെ കോസ്റ്റ്യൂം ഇതാണേ. മുടി 2ആയിട്ടൊക്കെ പിന്നെ കൊടുത്തിട്ടുണ്ട്. സോറി, 2ആയിട്ട് 2 കമ്പ അങ്ങോട്ട് തിരിഞ്ഞ് കണ്ട. ഞാൻ കൊച്ചിലെ എൻ്റെ അമ്മ എപ്പോഴും ഇങ്ങനെയായിരുന്നു കെട്ടിത്തരുന്നത്. ഞാൻ ഇവിടെ ഒരുക്കുമ്പോൾ എപ്പോഴും ഓർക്കും. ഇനി ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ, അതുകൊണ്ട് ഫുഡും കൂടെ കഴിച്ചിട്ട് ചെറിയതായിട്ട് ലിപ്സ്റ്റിക്കും കൂടെ ഇട്ട് കൊടുക്കണം. പറ, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.